പോകുന്നത് ബർഗർ ബന്നാണ്. അതിനു വേണ്ടിയിട്ട് ഒരു വലിയൊരു ബൗൾ ആദ്യം എടുക്കണം. അതിലേക്ക് 11 ഗ്രാമിന്റെ ഈസ്റ്റ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചെറു ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ഈ പാത്രം മൂടി വെക്കാം. 15 മിനിറ്റ് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 മുട്ട, 50 ഗ്രാമിന്റെ മെൽറ്റഡ് ബട്ടർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫോയിൽ മാറ്റി നോക്കാം. ഇതിവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്റ്റാൻഡ് മിക്സർ എടുത്തിട്ട് അതിലേക്ക് ഈ ഈസ്റ്റും മാവും എല്ലാം കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കൈകൊണ്ട് കുഴച്ചാലും മതിയാകും. ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറിൽ കുഴച്ചെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട പൊട്ടിച്ചൊഴിക്കാം. പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. മെൽറ്റഡ് ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ സ്പീഡിലിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ കൈകൊണ്ടാണ് കുഴയ്ക്കുന്നതെങ്കിൽ കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇത് പതുക്കെ കുഴച്ചെടുക്കാൻ. ഒരു 8 മിനിറ്റോളം ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇതിവിടെ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് മാറ്റാം. ഇതിനി നല്ലതുപോലെ തുടച്ചു വെച്ചിരിക്കുന്ന ടേബിൾ കൗണ്ടറിലേക്ക് മാറ്റാം. ഒരു സ്റ്റിക്കി പരുവത്തിലാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പരുവത്തിലെടുത്തിട്ട് ഇത് അതേ ബൗളിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഈ പാത്രം ഇനി ഫോയിൽ പേപ്പർ കൊണ്ട് മൂടി വെക്കാം. ഇത് പൊങ്ങാനായിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാം. ഇതിവിടെ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് ഫോയിൽ മാറ്റി നോക്കാം. മാവ് ഇവിടെ ഡബിളായി വന്നിട്ടുണ്ട്. ഈ മാവിനെ തുടച്ചു വെച്ചിരിക്കുന്ന ടേബിൾ കൗണ്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഈക്വൽ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാം. നല്ല റൗണ്ട് ചെയ്ത ഷേപ്പിൽ ഇതെടുക്കണം. ഇവിടെ 4 പീസാക്കി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ടതാണ്. ഇത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിരത്തി വെക്കാൻ. കൈകൊണ്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇത് മൂടി 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല്, 1 മുട്ട, കുറച്ച് വറുത്ത എള്ള്, ഇത്രയും വേണം. ഇത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ 1 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കവർ മാറ്റിയ ശേഷം ഇത് എഗ് വാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് വറുത്ത എള്ള് വിതറി കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത്
ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഓവനിൽ നിന്ന് മാറ്റാം. ബർഗർ ബൺ ഇവിടെ തയ്യാറായി. ഇതിനി തണുത്ത ശേഷം കട്ട് ചെയ്ത് ബർഗർ വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്കിനി ബർഗർ ഫില്ല് ചെയ്ത് വെക്കാം. ബർഗർ ബൺ ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു ബന്നാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.